മദർ ഇന്ത്യ, മദർ ഇന്ത്യ, ഞാൻ ഈ കേട്ട സത്യമാണോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പ്ലീസ്, ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം താ. നീ എന്താ കേട്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ആരതിയുടെ വീട്ടുകാരോട് എൻഗേജ്മെന്റ് വളരെ ഗ്രാൻഡായിട്ട് നടത്തി തരാൻ പറഞ്ഞിരുന്നോ? അത് ശരിയാണോ? അല്ലേ മദർ ഇന്ത്യ, അവരുടെ അവസ്ഥ എന്താണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? അവരോട് ഈ ചെലവ് ഒറ്റയ്ക്ക് നടത്താനൊന്നും പറഞ്ഞില്ല. പകുതി പൈസ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. ഏതെങ്കിലും ബന്ധുക്കൾ എല്ലാ ചെലവും അവരുടെ തലയിൽ കെട്ടിവെക്കോ? അമ്മ പ്ലീസ്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾ എൻഗേജ്മെന്റിന് ചെലവ് ചെയ്യാൻ അവരോട് പറഞ്ഞ എമൗണ്ട് അവരുടെ കണക്കിൽ കല്യാണത്തേക്കാ ചെലവാ. ഓ, അപ്പോഴേക്ക് ഫോൺ ചെയ്ത് കാര്യം അറിയിച്ചോ? ഛേ, മര്യാദയില്ലാത്ത ആളുകള്. അമ്മേ വേണ്ട, ഒച്ച വെക്കണ്ട. നീ ആരോടാ സംസാരിക്കുന്നേന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും വിക്കി. അല്ല, എന്തൊക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊന്നും പോരെ അവർക്ക്? അമ്മ ഇതിനൊന്നും വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അവരിങ്ങനൊരു കുരുക്കിലാക്കാൻ ഞാൻ കൂട്ടേക്കില്ല. ഇപ്പൊ തന്നെ അവരെ കോൾ ചെയ്ത് ഇത്രയും ചെലവിന്റെ ആവശ്യമില്ലെന്ന് അവരെ വിളിച്ചു പറ. അത് പറ്റില്ല. ദാറ്റ്സ് ഇമ്പോസിബിൾ. ഇത് വെറുമൊരു വിക്രാന്തിന്റെ ആരതിയുടെയും എൻഗേജ്മെന്റ് അല്ല. ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്തുന്നത് വലിയ വീട്ടിൽ വേദാന്താണെന്ന് മറക്കണ്ട നീ. നമ്മൾ എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും അതൊന്നും വേദാന്ത് മേനോന്റെ ഡിഗ്നിറ്റിയെ തകർക്കുന്ന കാര്യങ്ങളാവരുത്. ഞാനത് സഹിക്കില്ല. അമ്മേ, നിങ്ങൾക്കെന്താ ഞാൻ പറഞ്ഞ മനസ്സിലാവത്തെ? മനസ്സിലാക്കേണ്ടത് നീ വിക്കി. വേദാന്തിന്റെ കോണ്ടാക്ട്സ് എന്താണ്, അവന്റെ ഫ്രണ്ട്സിന്റെ ബാക്ക്ഗ്രൗണ്ട്, സൊസൈറ്റിയിൽ അവനുള്ള നിലയും വിലയും. എന്നിട്ട് നീ അവന്റെ അനിയനാണെന്ന് പോലും ചിന്തിക്കാതെ ആരതിയുടെ ഫാമിലിയെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുക. ശരിക്കും എന്റെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. പക്ഷെ അവരെ കൊണ്ടത് ചെയ്യാന്ന് ചിന്തിക്കാനോ അതിനുള്ള യോഗ്യതയെ പോലും അവർക്കില്ലാന്ന് മനസ്സിലാക്കിയതിനു ശേഷം എൻഗേജ്മെന്റിന് ചെലവാകുന്ന തുക പകുതി നമ്മൾ വഹിച്ചോളാമെന്ന് അവരോട് പറഞ്ഞത്. ചെലവ് നമ്മളെ സംബന്ധിച്ച് ചെറുതായിരിക്കും അമ്മേ, എന്നാൽ അവർക്കിത് വളരെ വളരെ വലിയൊരു തുകയാണമ്മേ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. അവരുടെ കയ്യിൽ കാശില്ലെങ്കിലേ ചെയ്യണ്ടെന്ന് പറ. അതോടൊപ്പം എൻഗേജ്മെന്റ് നടത്താനുള്ള ആഗ്രഹവും വിട്ടേക്കാൻ പറ. നിനക്കേ നിന്റെ വാശിയാണല്ലേ വലുത്. അമ്മന്ന് പറഞ്ഞ എന്താ തമാശയാണോ? അടുത്ത തവണ നിന്നെ വിക്കുമല്ല, ഏതെങ്കിലും ആറ്റിലോ പുഴയിലോ കൊണ്ടേ തള്ളിയിടും. നിന്നെ ലാളിച്ചത് കൂടിപ്പോയി. അഹങ്കാരം നിനക്ക്, അഹങ്കാരം. പറഞ്ഞ സമയത്ത് സർവീസ് ചെയ്യുന്നതിന്റെ അഹങ്കാരം നിനക്ക്. നിങ്ങളെന്താ ഏതോ അത്ഭുത ജീവിയെ കണ്ട പോലെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? നീ അതിന് ഐശ്വര്യ റോയ് വല്ലതുമാണോ? തുറച്ചു നോക്കാൻ പറ്റിയൊരു സാധനം. അതുപോട്ടെ, ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. ഞാനിപ്പോ മീറ്റിംഗ് കഴിഞ്ഞു വന്നു. നീ ഇവിടെ എന്തെടുക്കുക? ഓഫീസിൽ എന്താ പോവാ? ഞാൻ അപ്പം മുതലേ കാണുന്നുണ്ടെന്ന് പറഞ്ഞാ നീ എന്നെ എപ്പം മുതലേ കണ്ടത്? ഐ മീൻ ഇപ്പൊ വന്നപ്പോ കണ്ടു. നീ നിന്റെ പാട്ട് വണ്ടി കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ആദ്യം അതുകൊണ്ട് പോയി കള, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ഇതും സ്റ്റാർട്ടാക്കി നടന്നു തന്നെ തീരും. വേണ്ട, എന്റെ റാണിയെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ വണ്ടിയെ പറ്റി ഇനി എത്രത്തോളം പുകഴ്ത്തി അങ്ങോട്ട് പറഞ്ഞാലും ഇത് പാട്ട വണ്ടിയാണെന്ന് നിനക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. മിണ്ടാ വന്ന് കാറ് കയറാൻ നോക്ക്. ഞാൻ ഓഫീസിലേക്ക് പോന്നെ. അപ്പൊ എന്റെ റാണിയോ? അതിനെ എടുത്തോണ്ട് പോവാ ഒരു രാജാവ് ഇവിടെ ഇല്ല. വന്ന് കേറ്. ശരി, പക്ഷെ ഞാൻ പുറകിലേ ഇരിക്കൂ. കുറച്ചു കഴിഞ്ഞ് ഞാനെന്താ നിന്റെ ഡ്രൈവറാണോ? മുന്നിലോട്ട് കേറിയിരിക്കുന്നു പറയാൻ നിൽക്കരുത്. വഴിയിൽ കണ്ടപ്പോ പാവം തോന്നി ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് വിചാരിച്ചപ്പോ നീ എനിക്ക് കണ്ടീഷൻ വെക്കുകയാണല്ലേ. ഇവിടെ കിടന്ന് ചാവ്, എനിക്കെന്താ. കറക്റ്റ് ടൈമിൽ ഓഫീസിൽ എത്തണം. സോറി സോറി സോറി, ഞാൻ എന്തായാലും ലേറ്റ് ആവും. എന്റെ റാണിയാണെങ്കിൽ ഇന്ന് എന്നോട് പിണങ്ങി നിൽക്കുക. നിങ്ങൾ എന്നെ ഡ്രോപ്പ് ചെയ്തു. ഡിസ്കസ്റ്റിംഗ് വുമൻ. ഓഫീസിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്.
ഓഫീസിലെത്താൻ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചല്ലേ റാണിയെ റോട്ടിലിട്ടിട്ട് വന്നത്. പോലീസുകാരെങ്ങാനും ആളെ എടുത്തോണ്ട് പോവോ? അതും കൊടുത്ത് അതിന്റെ കൂടെ ഒരു 1000 രൂപ കൂടെ കൊടുത്താലും അത് ആരും കൊണ്ടുപോവില്ല. പിന്നല്ലേ നിന്റെ ആ പാട്ട വണ്ടി പോലീസുകാർ എടുത്തോണ്ട് പോന്നെ. ഇനി വല്ല ആക്രിക്കാരും കണ്ടാതെ എടുത്തോണ്ട് പോവാതിരുന്നാ നിന്റെ ഭാഗ്യം. ഇതാ ഞാൻ വേണ്ടെന്ന് പറയുന്നേ. ഇത് എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ആദ്യം പറ. ഒരു ക്ലയന്റുമായിട്ട് മീറ്റിംഗ് ഉള്ളതുകൊണ്ടാ ഞാൻ ഈ വഴി പോയത്. ചില ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഓഫീസിലെത്തിയിട്ട് മെയിൽ അയക്കാനുണ്ട്. പിന്നെ എന്തിനാ വീട്ടിലേക്ക് പോന്നേ? ഓഫീസിലേക്കല്ലേ പോണ്ടേ? ഇടയ്ക്ക് കയറി സംസാരിക്കണം. ആ ഡീറ്റെയിൽസ് ഓഫീസിലില്ല. ഇന്നലെ ഞാൻ വീട്ടിൽ വെച്ചത് മറന്നു. അതുകൊണ്ടാ ഞാൻ തിരിച്ചു പോകുന്നത്. വെറുതെ ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കണ്ട. നീ വീട്ടിലിരുന്നോ, ഞാൻ പൊക്കോളാം. വായ തുറന്ന ഭയങ്കര സ്മാർട്ട് വർക്കാന്നാ പറയുന്നത്. എന്നാലോ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യില്ല. അതെ, നീ എന്താടി പിറുപിറുക്കുന്നേ? പറയാനുള്ളത് മുഖത്ത് നോക്കി പറയടി. മഞ്ഞളും ചന്ദനവും ഒത്തുചേരും. ഏയ്, എന്താ നീ കാണിക്കുന്നേ? നാണല്ലേ നിനക്ക്? നീയല്ലേ പറഞ്ഞത് എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി തന്നെ പറയണമെന്ന്? രാവിലെ മുതലേ ഈ പരസ്യത്തിന്റെ പാട്ട് തന്നെ എന്റെ വായിൽ വരുന്നേ. അതുകൊണ്ടാ ഞാൻ അത് തന്നെ പറഞ്ഞതും. അതുകൊണ്ടാ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. രാവിലെ തന്നെ പോയി നിന്റെ മുന്നിൽ വന്ന് പെട്ടല്ലോ. എന്റെ വിധി അത്. ഡിസ്കസ്റ്റിംഗ്. ഇതെല്ലാം ഞാൻ ചേട്ടനോട് പറഞ്ഞേ പറ്റൂ. അവനിതെല്ലാം ഡീൽ ചെയ്തോളും. വേദാന്താണെങ്കിൽ ഔട്ട് ഹൗസിലേക്ക് പോയി. ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്നേ? പ്രഭാകര, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ ആ ഗാർഡനിൽ പോയി ചെടികൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൂടെ? രാവിലെ തന്നെ ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇങ്ങനെ മടിപിടിച്ചിരിക്കല്ലേ നീ? കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കുക ചേച്ചി. ഞാനൊരു ഭാവി MLA അല്ലേ. MLA ആയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല, അറിയോ? ചേച്ചിയുടെ സ്വന്തം അനിയനോട് ഇതുപോലെ ദേഷ്യം കാണിക്കേണ്ട കാര്യം എന്താ? എനിക്ക് മനസ്സിലായില്ല. ആരതിയുടെ വീട്ടുകാർക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ചെലവ് കൊടുത്തപ്പോ ഒഴിഞ്ഞു മാറുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ പ്രമേളയുണ്ടല്ലോ, വിക്കിയുടെ പുറകെ മകളെ അയച്ച് വേറെ രീതിയിൽ നാടകം കളിച്ചിരിക്കുന്നു. ഇപ്പൊ വിക്കിയെ വിളിച്ച് എൻഗേജ്മെന്റ് വേണ്ടാന്ന് പറഞ്ഞോ ചേച്ചി? അല്ല, ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെന്താ പച്ചക്കറി കച്ചവടമാണോ നടത്തുന്നത്? ചീപ്പ് മെന്റാലിറ്റി ഓർത്തിട്ട് തന്നെ എനിക്ക് ദേഷ്യം വരിക. AC ഓൺ ചെയ്യട്ടെ ചേച്ചി? ഓക്കെ തുറിച്ചു നോക്കൊന്നും വേണ്ട. എന്തിനെങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? വിക്കി ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത്. വിക്കിയെ എങ്ങനെയെങ്കിലും പറഞ്ഞു നിർത്താം. പക്ഷേ ഇതൊക്കെ വേദാന്ത് അറിഞ്ഞാലുള്ള കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ. അത്രയല്ലേ ഉള്ളൂ. ഞാനിവിടെ ഉണ്ടല്ലോ. യു ഡോണ്ട് വറി. സ്റ്റേറ്റ് പാർട്ടി വരെ റെഡിയാക്കുന്ന ഈ ഞാൻ ഫാമിലി പാർട്ടി റെഡിയാക്കില്ല എന്നാണോ? അയ്യോ, ആ പാത്രം പുറത്ത് തന്നെ വെച്ചിട്ട് പോന്നല്ലോ. ഇനിയിപ്പോ അതിനുള്ള ചീത്തയേക്കും. ആ പെൺപുലി അകത്ത് തന്നെ ഉണ്ടാവോ എന്തോ. ദൈവമേ, ഞാൻ എപ്പോ ഈ വീട്ടിലേക്ക് വന്നാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇന്നെങ്കിലും ഒന്നും സംഭവിക്കാതിരിക്കാൻ നീ നോക്കിക്കൊള്ളണേ. പാവം ചേച്ചി ആ പ്രേമബന്ധത്തിൽ കുടുങ്ങിപ്പോയി. എന്ത് ചെയ്യാനാ? എനിക്കെന്തായാലും ഇങ്ങനെ ഒരു വീട് വേണ്ട. ഗ്രാൻഡായിട്ട് വിവാഹം നടത്തി തരണമെന്ന് പറഞ്ഞപ്പോഴേ ഒന്ന് കൊടുക്കാൻ വേണ്ടി തോന്നിയതാ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? പെണ്ണിന്റെ വീട്ടുകാരായി പോയില്ലേ? ശരിയായാലും തെറ്റായാലും തല കുനിക്കേണ്ടവര് നമ്മൾ തന്നെയാ. സാവിത്രി,
അതെ, ഈ ആഭരണങ്ങൾക്ക് 2 ലക്ഷത്തിൽ കൂടുതൽ കിട്ടില്ലേ? നോക്ക്, ഇപ്പൊ മാർക്കറ്റിംഗ് വാല്യൂ അത്രയൊന്നും ഇല്ല. നിങ്ങൾ ഡെയിലി ടിവിയിലും പത്രത്തിലും ഒക്കെ വായിക്കുന്നതല്ലേ. നിങ്ങൾ അങ്ങനൊന്നും പറയല്ലേ. വളരെ കഷ്ടപ്പെട്ട മകളുടെ കല്യാണ നിശ്ചയത്തിന് ഞങ്ങൾ പണം കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഈ നല്ല ദിവസത്തിൽ ആഭരണങ്ങൾ കൊണ്ടുവന്ന് പണയം വെക്കുമോ? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ എന്നെ സംസാരിച്ച് മയക്കാൻ നോക്കുകയാണോ? നിങ്ങൾ ഞങ്ങളെയും കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പൊ നിങ്ങള് ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം. അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. നിങ്ങൾ കുറച്ചൊന്ന് മനസ്സ് വെച്ചാ ഇപ്പൊ ഞങ്ങളെ സഹായിക്കാൻ പറ്റും. എത്ര രൂപ തരാൻ പറ്റും? നോക്ക്, നിങ്ങൾ പഴയ പരിചയക്കാരായോണ്ട് ഒരു 1.5 ലക്ഷം തരാം. റമി, നമ്മളീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് തോന്നുന്നു. നമ്മുടെ കയ്യിലുള്ള ഈ അവസാനത്തെ പൊന്നും വിൽക്കുന്നത് ശരിയല്ലല്ലോ. നോക്ക്, നമ്മുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇതല്ലാതെ നമുക്ക് വേറെ എവിടുന്ന് പണം കിട്ടാനാന്ന് പറ. ഇതാ വാങ്ങിച്ചോളൂ, എല്ലാം ചേർത്ത് 1.5 ലക്ഷം ഉണ്ട്. ഇതും കൂടി എടുത്താൽ എത്ര കിട്ടും? വേണ്ട മോളെ, ഇത് നിനക്കായിട്ട് പണിയിപ്പിച്ച മാലയാ. ഇത് മോള് തന്നെ വെച്ചോ, വിൽക്കണ്ട. പറഞ്ഞതെല്ലാം ഞാൻ കേട്ടമ്മേ. അതൊക്കെ ശരിയാ മോളെ. നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അത് നിന്റെ കയ്യിലിരിക്കട്ടെ. അച്ഛാ, എന്റെ പഠിത്തം കഴിഞ്ഞ് എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്നവരെ നിങ്ങളെ രണ്ടുപേരെ എനിക്ക് സഹായിക്കാൻ കഴിയില്ല. ഈ ചെയിൻ എന്റെ കയ്യിലിരുന്ന എനിക്ക് കിട്ടുന്ന സന്തോഷത്തേക്കാ വലുത് നമ്മുടെ കുടുംബത്തിന് ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായെന്ന് കേൾക്കുമ്പോഴാ. മോളെ അതിഥി, നിനക്കൊന്നും മനസ്സിലാവില്ല. അമ്മേ, എനിക്ക് എന്ത് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ. അമ്മേ, പ്ലീസ് വേണ്ടെന്ന് പറയല്ലേ. ചേച്ചിയുടെ സന്തോഷത്തേക്കാ വലുത് എനിക്ക് വേറൊന്നും ഇല്ല അമ്മേ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ എവിടെയും കൊണ്ട് വെക്കരുത്. വന്ന് കയറുന്നവർക്ക് തട്ടി വീഴ്ത്താനുള്ളതല്ല ഇവിടെ ഉള്ളതൊന്നും. എത്ര തവണ പറഞ്ഞതാ നിന്നോട്, വേഗം ഇതൊക്കെ ക്ലീൻ ചെയ്. നിക്ക്. അകത്തേക്ക് വാ. ഇരിക്ക്. എന്തിനാ വന്നത്? വേറെന്തിനാ ചേച്ചി, ഞങ്ങൾക്ക് എൻഗേജ്മെന്റ് നടത്താൻ കാശില്ല, കുറച്ച് സാവകാശം തന്നെന്ന് കാല് പിടിക്കാനായിരിക്കും. ഓ, ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ട് വന്നത്? ഇതെന്താ മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങുന്ന കാര്യമാണെന്ന് വിചാരിച്ചോ? ഞാൻ അതിനൊന്നും വന്നതല്ല. വേണ്ട, എന്റെ അടുത്ത് കൂടുതൽ നാടകം കളിക്കരുത്. വാ തുറന്ന ഉടനെ മിഡിൽ ക്ലാസ് ആണ്, ഞങ്ങൾക്ക് മര്യാദയാണ് മുഖ്യം, സംസ്കാരമാണ് ദൈവം, എല്ലാം മുറപ്രകാരമേ നടക്കാൻ പാടുള്ളൂ എന്നൊക്കെയല്ലേ പറയുന്നത്. എന്നിട്ടൊരു വീട്ടിലേക്ക് വരുമ്പോൾ വാതിൽക്കൽ വെച്ചിരിക്കുന്ന അരി ചവിട്ടരുതെന്ന് നിനക്കറിയില്ലേ? സോറി, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. അറിഞ്ഞില്ലെന്നോ? അറിഞ്ഞിട്ട് ചെയ്യുന്നതാണോ അറിയാതെ ചെയ്യുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ പോട്ടെ, വന്നപ്പോഴേ ഞാൻ നിന്നോട് ചോദിച്ചു എന്തിനാ വന്നേന്ന്. മറുപടി കിട്ടിയില്ല. സത്യം പറയ്, നീ വന്നത് എൻഗേജ്മെന്റിന്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കാനല്ലേ?
നീയും നിന്റെ അമ്മയും ചേച്ചിയും എത്ര നാടകം കളിച്ചാലും ശരി, ഈ സുഹാസിനി കെട്ടിയിരിക്കുന്ന കോട്ടയുടെ ഒരു കല്ലിളക്കാൻ പോലും നിന്നെ കൊണ്ടൊന്നും കഴിയില്ല. സ്വന്തം നിലയെപ്പറ്റി ഒരു ചിന്ത വേണം. അർഹിക്കാത്തത് ആഗ്രഹിക്കാനും നിൽക്കരുത്. അവനവന് ചേരുന്ന ബന്ധം മാത്രമേ നോക്കാവൂ. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവകാശമില്ല. ഞാനതെല്ലാം ശരിയായിക്കോളാം. നീ അതൊത്ത് ടെൻഷൻ അടിക്കണ്ട. വേദാന്തേട്ടനെ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്ന കാര്യത്തിലും ഇത് തന്നെയല്ലേ വിക്കി പറഞ്ഞ? എന്നിട്ട് അതിന് കഴിഞ്ഞോ വിക്കിക്ക്? അച്ഛാ, അമ്മ നിശ്ചയത്തിന്റെ കാര്യം അവര് പറഞ്ഞത് ഞാനും അറിഞ്ഞു. ഞാൻ വിക്കിയോട് അക്കാര്യം സംസാരിച്ചു. അമ്മാവാ, ഞാനിതിനെപ്പറ്റി വീട്ടിൽ സംസാരിക്കാം. പക്ഷെ ഇങ്ങനെ ഡിമാൻഡ് വയ്ക്കുന്നത് നല്ലതല്ല. അതങ്ങനെയല്ല മോനെ, നീ പോയി. അമ്മാവാ, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് വേണ്ടത് ആരതി മാത്രം. ഇത്രയും ദിവസവും ഞാൻ കഷ്ടപ്പെട്ടത് അവൾക്ക് വേണ്ടിയാ. ഇനി ആരൊക്കെ വന്നാലും ഇല്ലെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല. എനിക്ക് ഈ ഗ്രാൻഡായിട്ടുള്ള പൊങ്ങച്ച ആർഭാടമൊന്നും ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഇതിൽ നിന്നൊക്കെ എന്റെ ഫാമിലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കാം. അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമായിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രയേറെ വഷളാവുമായിരുന്നില്ല. നിങ്ങളുടെ വീട്ടുകാർ പറയുന്ന പോലെ തന്നെ ഈ നിശ്ചയം നടക്കണം എന്നൊക്കെ വെച്ചാ എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. എന്തൊക്കെയാ നീ പറയുന്നത്? മിണ്ടായിരിക്കേ. നിനക്കിതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ചെറുക്കന്റെ വീട്ടുകാർ ഇങ്ങനൊക്കെ പറയുന്നില്ല, യാതൊരു തെറ്റുമില്ല മോളെ. തെറ്റും ശരിയൊന്നും എനിക്ക് അറിയില്ല അമ്മേ. നിശ്ചയത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചോദിച്ചാ കല്യാണത്തിന് അവരെന്തൊക്കെ ചോദിക്കും? അത് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയോ? എന്തിനാ നമ്മൾ ഇതൊക്കെ സഹിക്കുന്നേ? വെറുതെ ഇരിക്കേ. ഇങ്ങനെ ഓരോന്ന് നീ വിളിച്ചു പറയാതെ. നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ സ്ഥിതിക്ക് നിന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ട്. കാശിന്റെ കാര്യമൊക്കെ നമുക്ക് ശരിയാക്കാം. വെറുതെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട നീ. ഞങ്ങൾ അതിനെപ്പറ്റി തീരുമാനിച്ചോളാം. നീ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോ തന്നെ മനസ്സിലായി എന്റെ സംശയങ്ങളൊക്കെ ശരിയായിരുന്നു. നിന്നെ നിന്റെ അമ്മയാണല്ലേ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള എത്ര ആൾക്കാരെ ഞാൻ കണ്ടിരിക്കുന്നു. സത്യം പറയ്, നിന്റെ ചേച്ചി എന്റെ മോനെ സ്നേഹിച്ചത് ഞങ്ങളുടെ കാശ് കണ്ടിട്ടല്ലേ? ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക, ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയരുത്. നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ കയ്യും കാലും ഒക്കെ പിടിക്കേണ്ടി വരും. അഭിമാനമില്ലാത്ത വർഗങ്ങള്. എന്റെ മക്കൾ രണ്ടും വെറും പാവമാണെന്ന് കരുതി അവരെ കുരങ്ങ് കളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക എല്ലാം കൂടിയല്ലേ? നോക്ക്, നിങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ ചേച്ചിയും വീട്ടുകാരെ ഇതിലേക്ക് വലിച്ചിടരുത്. അവരെ വെറുതെ വിടണം. ഡീ, നിർത്തിക്കണം നിന്റെ ഈ നാടകം. നിങ്ങളെ കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ എൻഗേജ്മെന്റ് നടത്താൻ പറ്റിയില്ലെങ്കിൽ വേറെ ചെറുക്കനെ അന്വേഷിച്ചോണം. എന്തായാലും നിന്റെ ചേച്ചിക്ക് കല്യാണം മുടങ്ങിയാലും എങ്ങനെ ജീവിക്കണമെന്ന കാര്യത്തില് നല്ല നിശ്ചയം ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. പുതിയ ആൾക്കാരെ ആരെയെങ്കിലും വലവീശി പിടിക്കാൻ പറ. സുഹാസ്